ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ചൂടുകാലമൊക്കെ അല്ലേ, നമുക്ക് സിമ്പിൾ കറികളൊക്കെ ഉണ്ടാക്കി വെക്കാം. ചക്കയുടെ കാലമാണിപ്പം. അപ്പോൾ നമുക്ക് ഈ ചക്കയൊക്കെ വേവിക്കുമ്പം ഇറച്ചി മീനും ഒന്നും കൂട്ടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇത് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ ഇത്രയും ചുമന്നുള്ളി, അതായത് ഒരു ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഗ്യാസിനൊക്കെ ഇത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്കിത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കുറച്ച് കാന്താരിമുളകാണ്. ഞെട്ട് ഒടിക്കേണ്ടവർക്ക് ഒടിച്ച് കളയാം. ഞാൻ ഞെട്ടൊന്നും ഒടിക്കുന്നില്ല. അതുകൊണ്ടിട്ട് ഇത് പിന്നെ ഒരു സ്പൂണ് ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി കഴുകി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുക. പുളിയാണെങ്കിലൊക്കെ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന ആണെങ്കിലും അല്ലെങ്കിലും നമ്മളത് കഴുകണം. എങ്ങനെയായാലും മണ്ണിൻ്റെ അംശമൊക്കെ അതിനകത്ത് കാണും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പണിപ്പുരയിലേക്ക് പോകാം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നാണെന്നറിഞ്ഞോ, ഇത് കേൾക്കുമ്പോൾ ചക്കയൊക്കെ വേവിച്ചു അല്ലെങ്കിൽ ചോറ് വെച്ചു കറിയൊന്നും വെക്കാൻ ഈ ക്ഷീണമാണ്, വെയിലാണ്. അപ്പോൾ നമുക്കിത് കൂട്ടൊക്കെ ഇച്ചിരി സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് ചോറിൻ്റെ അരികിൽ വെച്ച് ഒന്ന് ചാലിച്ച് പൊട്ടിച്ചൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കുഴിവുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഴിയുള്ള നല്ല ഇൻഡാലിയൻ ചട്ടിയൊക്കെ ആണെന്നൊരു നല്ലതാണ് നമുക്ക് അതിനകത്ത്. അല്ലെങ്കിൽ കുഴിവുള്ള ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മറ്റേ ഇത് നടുവേ പൊളന്ന ഉള്ളി, ചുവന്നുള്ളിയാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത്. നടുവേ പൊളന്നതാണ്. അപ്പോൾ അത് വേഗം വാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇച്ചിരി കരിയാപ്പിലയും ഞാനിട്ടു. കരിയാപ്പില നമ്മുടെ ഫേവറേറ്റല്ലേ. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് വഴങ്ങട്ടെ. ഇത് പതുക്കെ ഉള്ളി കീറി ഇട്ടുകൊണ്ടിട്ട് പതുക്കെ തന്നെ അതിന് ഇതാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഈ കാന്താരിമുളക് ഞാൻ കഴുകി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. ഉണങ്ങിയല്ല, വെള്ളം വന്ന് നല്ലപോലെ തുടച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാന്താരിമുളകാണിത്. അപ്പോൾ കാന്താരിമുളകെല്ലാം തീരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വേണമെന്ന് ഇത് നല്ല ഫിറ്റായിട്ടുള്ള അടപ്പിലോ അല്ലാതെ ഫിറ്റായിട്ട് കെട്ടി പ്ലാസ്റ്റിക് കൂടിനകത്തുമൊക്കെ നമുക്ക് ഇവരെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സൂപ്പറായിട്ട് പൊട്ടാൻ തുടങ്ങി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മേത്തും മുഖത്തുമെല്ലാം പൊട്ടും. അപ്പോൾ അതിനാവശ്യമായ ഉപ്പും കൂടി ഞാനങ്ങോട്ട് ചേർക്കുക. ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് പൊടിയാണ്, നല്ലത്, കല്ലല്ല. അപ്പോൾ അതുകൂടെ നമ്മളങ്ങോട്ട് ചേർത്ത് ഇതൊരുപാട് ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുഖത്തെല്ലാം തെറിക്കും. അപ്പോൾ അതിന് ഞാൻ ഇത് ഇച്ചിരി നേരം ഒന്ന് മൂടി വെക്കാം. ഓക്കെ, ഇനി ഇത് പൊട്ടിയാലും ഇത് ചെറുതായിപ്പോയി കേട്ടോ. പൊട്ടിയാലും നമ്മുടെ മേത്തോട്ട് വീഴില്ല. ഇച്ചിരി നേരം അങ്ങനെ അവിടെ ഇരുന്ന് തീയ് ഒത്തിരി വെക്കണ്ട, ഇച്ചിരി വെച്ചാൽ മതി. സിമ്മിലിട്ട് അത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാടട്ടെ. നമ്മുടെ ഉള്ളിയും പിന്നെ മുളകും ഒക്കെ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് വഴങ്ങി നല്ലതുപോലായി. ഉള്ളി ആയാലും നല്ലൊരു ഇതുണ്ടോ, നല്ലതുപോലെ അങ്ങോട്ടായി നമ്മളൊന്ന് അമർത്തി വിടാമെങ്കിൽ അത് നന്നായിട്ട് ചതഞ്ഞിരിക്കും. നമുക്ക് അരയ്ക്കുകയൊന്നും വേണ്ട. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇത് ഇങ്ങനെ പച്ച കൊമ്പമുളക്, നമ്മൾ പച്ചമുളക് നമ്മൾ വാങ്ങിക്കില്ലേ, അതും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. അത് ഒരെണ്ണം എടുത്ത് ഇങ്ങനെ അത് എടുത്തിട്ട് ഞാനത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോയിലുണ്ടത്. എടുത്ത് വെച്ച് കണ്ടേച്ച് അതും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് നല്ലതുപോലെ കാന്താരിമുളകൊക്കെ നല്ലതുപോലെ വെന്തു എണ്ണയ്ക്കകത്ത് കിടന്ന് വേവ് ചെയ്തത്. കാരണം ഞാൻ മൂടി വെച്ചത് കൊണ്ടും അത് പിന്നെ പൊട്ടിത്തെറിച്ചില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഞെട്ട് കളഞ്ഞേച്ച് അവിടെ പയ്യെ പൊട്ടിച്ചിട്ടാൽ നമ്മുടെ മേത്തോട്ട് പൊട്ടിത്തെറിക്കില്ല. അല്ലെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കും, നമ്മുടെ മുഖത്തേക്ക് തന്നെയായിരിക്കും പൊട്ടിത്തെറിക്കുക. എന്നിട്ട് ഞാൻ ഇത് കൂട്ടുണ്ടല്ലോ നമ്മുടെ പുളിവെള്ളം,
അത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് അതിന് നല്ലപോലെ തീയും കൊടുക്കുക. അപ്പോൾ ആ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടി ആ മുളകും ആ ഉള്ളിയൊക്കെ കൂടെ അങ്ങോട്ടൊന്ന് വേകും. പക്ഷെ കൊഴുപ്പിൽ അത് ഇരിക്കുകയും ചെയ്യണം കേട്ടോ. അത് ആ കൊഴുപ്പിൽ ആ കാന്താരിമുളക് ഇങ്ങോട്ട് എടുത്ത് ചാലിക്കുമ്പോൾ ആ ഉള്ളിയും ഒക്കെ കൂടെ എടുത്ത് ചാലിക്കുമ്പോൾ ആ ചാറ് ഇച്ചിരി കൊഴുത്തിരിക്കണം. അതിനനുസരിച്ചിട്ട് അത് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ഒരു സിമ്പിൾ കറിയാണ്. ആയില്ല കേട്ടോ. ഇനി ആകുമ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഇച്ചിരി കൂടി ഒന്ന് ആ പുളിവെള്ളത്തിൽ കിടന്നൊന്ന് വേകട്ടെ. ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പറ്റി കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഒഴിക്കാം. അപ്പോൾ ഇതിങ്ങനെയൊന്ന് മൂടി, ഇനി ഇത് മൂടണമെന്നില്ല, ഇച്ചിരി കൂടി ഒന്ന് വാടി വേകട്ടെ. ഇതിനെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മുടെ കാന്താരി ചട്നി സൂപ്പറായിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ തീയെ കെടുത്തി ഇത് വാങ്ങി വയ്ക്കാൻ പോവുക. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടത് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു കുപ്പിയിലാക്കി വെക്കണം. അല്ലെന്ന് വരികിൽ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കണം. അല്ലെന്ന് വരികിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇത് കൂട്ടിത്തീർക്കണം. കാരണം ഇതിനകത്ത് ഈ വെളുത്തുള്ളിയൊക്കെ അല്ലെങ്കിൽ ചുമന്നുള്ളിയൊക്കെ ചേർന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് പൂക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ അരികിൽ ഇരുന്നോട്ടെ, ഫ്രീസറിൽ വെക്കണ്ട, നമുക്കത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ടെന്നൊരിക്കലേ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് എന്നെ ഒന്ന് സ്നേഹിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ.